നിങ്ങൾ ബിഗ് സീറോ ആണെന്ന് ചില ആൾക്കാർ എന്നോട് പറയത്തില്ലേ? എനിക്ക് 2 കോടി കടമുണ്ട് എന്ന് പറയും. അപ്പം ഞാൻ തിരിച്ച് ചോദിക്കും, അത് പരിഹരിക്കാൻ വല്ല മാർഗവും ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ പറയും, അച്ഛാ ഒരു പറമ്പുണ്ട്, പക്ഷേ അത് പല ആൾക്കാരുടെ പേരിൽ കിടക്കുകയാണ്. അല്ല, കുറച്ച് ആൾക്കാർ ചത്തുപോയവർക്കെല്ലാം വേറെ അവകാശികളുണ്ട്. ഏത് കാലത്ത് വിത്ത് ചുട്ടെടുക്കാനാണെന്ന് ഒരു പിടിയുമില്ല. അത് ഉള്ളതും ഇല്ലാത്തതും കണക്കാണെന്ന് പറയും. പിന്നെ എന്നാ വഴി? പിന്നെ ഒരു വഴിയില്ലെന്ന് പറയും. അപ്പോൾ അത്രയും ഒരു കോടിക്കടം നമ്മുടെ മുമ്പിൽ വീടാൻ വേണ്ടി നമ്മൾ സീറോയാണ്, നമുക്ക് വഴിയില്ല. ഈ സിറ്റുവേഷനിലാണ് നമ്മൾ കർത്താവിന്. അപ്പോൾ ഞാൻ പറയും, കുഴപ്പമില്ല, കർത്താവിൽ തന്നെ വഴിയുണ്ട്, നീ കർത്താവിനെ സ്വീകരിക്കാൻ പറയും. പറഞ്ഞ മനസ്സിലായ മക്കളെ? നമ്മുടെ മുമ്പിൽ വഴിയില്ല. ഇപ്പോൾ ഈ 42 വയസ്സുകാരൻ കല്യാണം കഴിച്ചില്ലേ? ഇല്ലേ? അപ്പം അതുപോലെ ചില ഡെഡ് എല്ലാം ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൊണ്ട് സാക്ഷ്യം ഉണ്ടായിരുന്നു. 12 വയസ്സ് 21ാമത്തെ വയസ്സിൽ, അല്ല 21ാമത്തെ കൊല്ലം കല്യാണം കഴിച്ചിട്ട് 21ാമത്തെ കൊല്ലമാണ് അവർക്ക് കുഞ്ഞിനെ ലഭിച്ചത്. ഇപ്പോൾ വൈദ്യശാസ്ത്രപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അണ്ടം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല, പുരുഷബീജത്തിന് ഓട്ടമില്ല. അതുകൊണ്ട് IVF ആണെങ്കിൽ ഗർഭപാത്രം താങ്ങണില്ല, പല പ്രശ്നങ്ങളാണ് ഉള്ളത്. അപ്പോൾ അത് മെഡിക്കൽ സയൻസ് അനുസരിച്ചുകൊണ്ട് ഇല്ല, വഴിയില്ല. മെഡിക്കൽ സയൻസ് അനുസരിച്ച് വഴിയില്ലെങ്കിലും നീ ഗർഭം ധരിക്കും, കുഞ്ഞിനെ പ്രസവിക്കും. എന്താ കാര്യം? വഴിയും ജ്ഞാനവും ശക്തിയും അവനാകുന്നു. കൈ അടിച്ച് കർത്താൻ മഹത്വവും ജ്ഞാനവും ശക്തിയും ബലവും, മഹത്വവും ജ്ഞാനവും ശക്തിയും ബലവും. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിനെ. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിനെ. യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ വെള്ളത്തിൽ ഇരച്ചിൽ പോലെ തുതിച്ചിടുക. അപ്പോൾ അതുകൊണ്ട് മക്കളില്ല, പുരുഷന്മാർ ബീജം വറ്റിപ്പോയി, അതുപോലെ തന്നെ മക്കളില്ല, അണ്ടം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല എന്നൊക്കെ പറഞ്ഞാലൊന്നും അതൊന്നും അവസാന വാക്കല്ല. അവസാന വാക്ക് അവൻ പറയും. ദൈവത്തിൻ്റെ അവസാന വാക്കാരാണ്? ക്രിസ്തുവാണ് ദൈവത്തിൻ്റെ ആദ്യത്തെ അവസാന വാക്ക്. കൈ അടിച്ച് കർത്താവ് കാത്തുകാത്തല്ലോ അവനെങ്കിലേക്ക് ചാഞ്ഞു കേട്ടല്ലോ. അസകരമായ അപ്പോൾ ഏതെല്ലാം തരത്തിൽ
എൻ്റെ മക്കളെ, അതുകൊണ്ട് കർത്താവിൻ്റെ വചനം പറയും, പ്രത്യാശ നിങ്ങൾ കൈവെടിയരുത്. ഏറ്റു പറഞ്ഞേ, ലോകത്തോട് മനുഷ്യരാശിയുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുള്ള പ്രത്യാശ നിങ്ങൾ കൈവെടിയരുത് എന്ന് മനുഷ്യരാശിയുടെ മുഖത്ത് നോക്കി വേദനയുടെ നിമിഷങ്ങളിൽ സംസാരിച്ചിട്ടുള്ള ഒരേ ഒരു പുസ്തകമാണ് കർത്താവിൻ്റെ വചനം. കൈ അടിച്ച് കർത്താവ് മഹത്വവും നമ്മൾ എല്ലാ തരത്തിലും വഴിയും വാതിലും കെട്ടപ്പെടുമ്പോൾ നമുക്കൊരു തീരുമാനമെടുക്കാൻ വ്യക്തത വന്നു. എന്താ കാര്യം? ക്രിസ്തുവിൽ വഴിയുണ്ട്, ക്രിസ്തുവിൽ വാതിലുണ്ട്, ക്രിസ്തുവിൽ പ്രവൃത്തിയുണ്ട്, ക്രിസ്തുവിൽ വഴിയുണ്ട്, ക്രിസ്തുവിൽ പ്രയോഗമുണ്ട്, ക്രിസ്തുവിൽ ജ്ഞാനമുണ്ട്, ക്രിസ്തുവിൽ സത്യമുണ്ട്, ക്രിസ്തുവിൽ ശക്തിയുണ്ട്. എന്നിട്ട് കർത്താവിൻ്റെ വചനം പറഞ്ഞു ക്രിസ്തു എല്ലാമാണെന്ന് പറഞ്ഞു. കൊളോസ്യസ് 3:11 ഏറ്റു പറഞ്ഞ് ക്രിസ്തു എല്ലാമാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ക്രിസ്തു ജ്ഞാനമാണ്. പറഞ്ഞ് ക്രിസ്തു ജ്ഞാനമാണ്, ക്രിസ്തു ശക്തിയാണ്, ക്രിസ്തു വഴിയാണ്, ക്രിസ്തു പ്രവൃത്തിയാണ്, ക്രിസ്തു സിദ്ധാന്തമാണ്, ക്രിസ്തു പ്രയോഗമാണ്. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. ഇസ്രായേലിൻ നാഥനായി വാഴ്ത്തേക ദൈവം, നിത്യജീവമാർഗ്ഗമാണ് ദൈവം, ഭക്തിയായി ഭൂമിയിൽ പിറന്ന സ്നേഹദൈവം, നിത്യജീവനേകിടുന്ന ദൈവം. പ്രാർത്ഥിച്ച മക്കളെ, മനസ്സിൽ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ച് കർത്താവായ ദൈവമേ, മുമ്പോട്ട് നോക്കുമ്പോൾ ഒരു വഴിയുമില്ല, ഒരു വാതിലുമില്ല, എവിടെ തുടങ്ങണം, എന്ത് ചെയ്യണമെന്ന് ഒരെത്തും പിടിയുമില്ല. വല്ലാതെ മനസ്സിടറുന്ന ഇപ്പോഴേ കർത്താവേ, ദൈവത്തിന്റെ ഉത്തരമായി ഈശോയെ പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിക്കുവാൻ ഈശോയെ ജീവിതത്തിലെ ഈശോയുടെ വചനങ്ങള് നിവർത്തിയാക്കിക്കൊണ്ട് പരിശുദ്ധമ്മയെ പോലെ ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ വാഗ്ദാന പേടകമായി ദൈവത്തിന്റെ ശക്തി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ വാഗ്ദാന പേടകമായി ദൈവ സാന്നിധ്യമായി
സാന്നിധ്യമായി ഞാൻ മാറുമ്പോഴ് ജോർദാൻ വറ്റിക്കുന്നതും എന്റെ മുമ്പിലുള്ള ജീവിത പ്രാരാബ്ധങ്ങളുടെ കണ്ണീരിന്റെ ജോർദാൻ വറ്റിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന നീയാണ്. യോഹന്നാൻ 16:3 പ്രാർത്ഥിക്കുന്നു, കർത്താവേ എന്റെ പിതാവേ എന്നിൽ വസിച്ചുകൊണ്ട് അങ്ങയുടെ പ്രവൃത്തികള് അങ്ങ് ചെയ്യുമ്പോഴ് എന്റെ കടങ്ങള് എന്റെ രോഗങ്ങള് താനെ മാറുന്നത് അങ്ങ് മാറ്റുന്നതാണ്. അങ്ങയ്ക്ക് എന്നിൽ വസിച്ചുകൊണ്ട് അങ്ങയുടെ പ്രവൃത്തികള് ചെയ്യുമ്പോഴ് രാക്ഷസ കോട്ടകള് പൊടിഞ്ഞു വീഴുന്നത് അങ്ങയുടെ ശക്തിയാലാണ്. ഓ ദൈവമേ, വാഗ്ദാനത്തിന്റെ ഉറവിടമായ ദൈവമേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അങ്ങയുടെ നാമത്തെ പരിശുദ്ധ അമ്മ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ പറഞ്ഞതുപോലെ കർത്താവിന്റെ ദാസി അങ്ങയുടെ വചനമെന്നിൽ നിറവേറട്ടെ. അമ്മ പറഞ്ഞതുപോലെ അവൻ പറഞ്ഞതനുസരിച്ച് കൊണ്ട് ജീവിച്ചുകൊണ്ട് ദൈവത്തിന്റെ ശക്തിയുടെ ഉപകരണമായി എന്നെ മാറ്റണമേ. അതുവഴി എന്നിൽ വസിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാൽ ജീവിതത്തിന്റെ പ്രാരാബ്ധങ്ങളെ അതിജീവിക്കുവാൻ ദൈവമേ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ഇപ്പോഴ് മഹത്വപ്പെടുത്തണമേ. കരങ്ങളുയർത്തി സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, യോർദാൻ കർത്താവേ, ജീവിതം വഴിമുട്ടിയപ്പോൾ യോർദാനിൽ വഴിതെളിച്ച ദൈവമേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. എൻ്റെ പേര് ദീപ രാജ്. ഞാൻ വരുന്നത് ആലപ്പുഴ ജില്ലയിൽ നിന്നും ചെങ്ങന്നൂര് പുലിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നുമാണ്. ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2025 മാർച്ച് 6 ഉടമ്പടി എടുത്ത് ഇവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത് ആദ്യത്തെ നിയോഗം എൻ്റെ മകനൊരു ജോലിക്കാര്യമായിരുന്നു. വർഷങ്ങൾ കൊണ്ട് ലഭിക്കാത്ത ഒരിതായിരുന്നു. മകന് പ്രൈമറി കോംപ്ലക്സ് എന്ന് പറഞ്ഞ ഒരു രോഗമുണ്ടായിരുന്നു. മോന് ഇപ്പോൾ 28 വയസ്സുണ്ട്. ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് ആണ് കഴിഞ്ഞത്. 3-ാം നാൾ മുതൽ മാതാവിൻ്റെ അത്ഭുതകരമായ അനുഗ്രഹങ്ങൾ തുടങ്ങി. മകൻ്റെ ജോലി കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ 10-20 നാൾ കഴിഞ്ഞപ്പോൾ ഞാനിവിടെ മോൻ്റെ എല്ലാ കാര്യങ്ങളും ആദ്യത്തെ ഉടമ്പടിയിൽ ഞാൻ കറക്റ്റായിട്ട് എല്ലാം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് അങ്ങനെ ഇരിക്കുക പീരിയഡായി. നേരം നമുക്കറിയത്തില്ലല്ലോ, അമ്പലത്തിൽ പോകുന്നത് കൊണ്ട് ഞാൻ 8 ദിവസം ഉടമ്പടി പ്രാർത്ഥനയും ഒന്നും ചൊല്ലിയില്ല. വീണ്ടും ഇവിടെ വന്നപ്പോൾ ഒരു ചേച്ചി എന്നോട് ചോദിച്ചപ്പോൾ ചേച്ചി എന്നെ വഴക്ക് പറഞ്ഞു. മോളെ അതിന് കുഴപ്പമൊന്നുമില്ല, കുളിച്ചിട്ട് അങ്ങ് ചെയ്താൽ മതിയല്ലോ എന്ന്. ഞാൻ പറഞ്ഞു അടുത്ത പ്രാവശ്യം അങ്ങനെ ചെയ്തോളാമെന്ന്. അടുത്ത പ്രാവശ്യം വീണ്ടും ആയപ്പോൾ കുളിച്ചിട്ട് ചെയ്തെങ്കിലും എനിക്ക് അശുദ്ധം പോലെ, അയ്യോ മാതാവ് പരിശുദ്ധയാണല്ലോ, അശുദ്ധയാകുമല്ലോ എന്നും പറഞ്ഞ് അങ്ങനെ ഞാൻ ചെയ്യാൻ തുടങ്ങി. പിന്നെ 3-ാമത്തെ മാസം മുതൽ എനിക്ക് പീരിയഡ് ഇല്ല. ഇവിടെ വരുമ്പോൾ 3 മാസമായിട്ടും പീരിയഡ് ഒന്നുമില്ല. ഒരു ചേച്ചി പറഞ്ഞു അങ്ങനെ വരാൻ സാധ്യതയുണ്ടെങ്കിൽ നിന്നെ മാതാവ് അനുഗ്രഹിച്ചതാണെന്ന്. അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ബ്ലീഡിങ് ഉണ്ടായി. സന്ധ്യ ആയപ്പോഴത്തേനും എനിക്ക് പ്രാർത്ഥിക്കാനും ഒന്നും പറ്റുന്നില്ല. തല കറങ്ങി വീണ് മരിച്ചു പോകുന്ന അവസ്ഥയായി. അന്നേരത്തേന് എൻ്റെ മൂത്ത ഒരു മകനുണ്ട്. അതിന് ശേഷം 2ാമത്തെ ഇരട്ട ആമക്കളാണ്. അവർ 2 പേരുടെ സ്കൂട്ടറിലിരുത്തി ആശുപത്രിയിൽ കൊണ്ടുപോയി. ഉടൻ തന്നെ ഡോക്ടർ ട്രിപ്പ് ഇട്ട് 2-3 ഇഞ്ചക്ഷൻ തന്ന് കിടത്തുകയും ചെയ്തു. അതിന് ശേഷം ഉടനെ പറഞ്ഞു മോളെ എത്രയും പെട്ടെന്ന് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണണമെന്ന്. ഗൈനക്കോളജിസ്റ്റിനെ കണ്ട ഉടനെ പറഞ്ഞു പെട്ടെന്നൊരു സ്കാൻ നടത്തണമെന്ന്. അങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ
എൻ്റെ 2 ഓവറിയിലും ഓരോ മുഴയുണ്ടെന്ന്. എത്രയും പെട്ടെന്ന് 2 ഓവറിയും എൻ്റെ യൂട്രസും എടുക്കണമെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാരണം എൻ്റെ ഹസ്ബൻഡ് ഒരു മദ്യപാനിയാണ്. പുള്ളിയോട് എനിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. എനിക്കല്ല, എൻ്റെ മാതാവും തിരുകുമാരനും ഉള്ളൂ, എനിക്ക് ആരുമില്ല. അങ്ങനെ ഇരിക്കെ മാതാവിനെ വിളിച്ച് അതുപോലെ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു, അമ്മ ഒരു കാര്യം ചെയ്യും, വേറെ ഒരു ഡോക്ടറിനെ കൂടി ഒന്ന് ചെന്ന് കാണാൻ. ഈ ഡോക്ടർ പറഞ്ഞായിരുന്നു. ഞാൻ ചോദിച്ചു ഓണത്തിന് മുമ്പ് ഓപ്പറേഷൻ ചെയ്താൽ മതിയോ എന്ന്. ഡോക്ടർ പറഞ്ഞു ഓണവും ക്രിസ്തുമസും എല്ലാം ഇങ്ങനെ വന്നു പോകും, എത്രയും പെട്ടെന്ന് യൂട്രസ് ഓവറിയും എടുക്കണമെന്ന്. കാരണം എന്നെ നോക്കാൻ ആരുമില്ല, 3 മാസം ബെഡ് റെസ്റ്റ് വേണം. അങ്ങനെ ഇരിക്കെ ചെറിയനാട് ഒരു ഡോക്ടർ ഫിസിഷ്യൻ്റെ അടുത്ത് പോയി. ആ ഡോക്ടർ പറഞ്ഞു, മോടെ ആരോഗ്യനില തീരെ വഷളാണല്ലോ, ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്തുകൊണ്ട് വരാൻ. അന്നേരം ഓപ്പറേഷന് മുമ്പേ ടെസ്റ്റ് ചെയ്ത് എല്ലാ റിപ്പോർട്ടിലും ഈ ബ്ലഡിൻ്റെ റിസൾട്ട് ഉണ്ടായിരുന്നു. അന്നേരം ഡോക്ടർ പറഞ്ഞു നാളെ വരാൻ. നാളെ എൻ്റെ മകനെയും കൂടെ കൂട്ടിക്കൊണ്ട് പോയപ്പോൾ ചോദിച്ചു, മോളെ നിൻ്റെ കൂടെ ആരാ വന്നിരിക്കുന്നത്, ഹസ്ബൻഡാണോ മോനാണോ എന്ന്. ഞാൻ പറഞ്ഞു ഡോക്ടറെ മോനാണ് വന്നിരിക്കുന്നത്. ഡോക്ടർ കൂടുതലൊന്നും സംസാരിക്കാതെ ഫോൺ എടുത്തു. ഉടനെ ബുക്കിംഗ് ചെയ്തു. ആലപ്പുഴയിലുള്ള ഒരു ഡോക്ടറാണെന്ന് പറഞ്ഞു. ഡോക്ടറിൻ്റെ പേര് ലളിതാംബിക, നമ്മുടെ മാതാവിൻ്റെ പേര് മരിയാംബിക. പെട്ടെന്ന് തന്നെ അന്നേരം എൻ്റെ ഹസ്ബൻഡ് കൂടെ വന്നു. ആലപ്പുഴയിൽ ആ ഡോക്ടറെ കണ്ടതിന് ശേഷം ഡോക്ടർ പറഞ്ഞു പാപ്സ്മിയർ എന്ന് പറയുന്ന ക്യാൻസറിൻ്റെ ഒരു ടെസ്റ്റ് നടത്തണമെന്ന്. ഈ ടെസ്റ്റിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഓപ്പറേഷൻ ചെയ്യണം, ഇല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യമില്ലെന്ന്. അങ്ങനെ ഇരിക്കെ ഞാൻ ജോസഫ് അച്ഛനെ ആദ്യമായിട്ട് ഉടമ്പടി പുതുക്കിയതിന് ശേഷം ജോസഫ് അച്ഛനെ വന്ന് കണ്ടപ്പോൾ അച്ഛൻ പ്രാർത്ഥിക്കുകയും സൈത്ത് പൂശി വയറിൽ കുരിശ് വരയ്ക്കാൻ പറയുകയും ചെയ്തു. അങ്ങനെ ചെയ്ത് അച്ഛൻ്റെ അനുഗ്രഹങ്ങളും മേടിച്ചുകൊണ്ട് പോയി. എനിക്കൊരു കാശ് രൂപം നൽകി. അത് ഞാൻ എൻ്റെ ഫയലിൽ സൂക്ഷിച്ചു. ഹോസ്പിറ്റലിൽ പോന്ന് എൻ്റെ സ്കാനിങ്ങിൻ്റെ എല്ലാം റിപ്പോർട്ടിൽ സൂക്ഷിച്ച് ഞാൻ പോയി എൻ്റെ ടെസ്റ്റെല്ലാം നടത്തിയപ്പോൾ എനിക്കെല്ലാം നോർമലാണ്, ക്യാൻസറും ഇല്ല, ഒന്നുമില്ല. ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷനൊന്നും ചെയ്യേണ്ട ഒരു കാര്യവുമില്ലെന്ന്. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം വീണ്ടും എനിക്ക് പീരിയഡ് ഒന്നുമില്ല. അങ്ങനെ ഇരിക്കുക 2 മാസവും അതുപോലെ തന്നെ 20 ദിവസവുമായി. ഞാൻ ജപമാല റാലിക്ക് പോകാൻ ഒരുങ്ങിയിരിക്കുകയാണ് വീട്ടിൽ. രാത്രി 10 മണിയായി. എല്ലാം എൻ്റെ പുതിയ ചുരിദാറ്, ഡ്രസ്സ്, ചെരുപ്പ് എല്ലാം എനിക്ക് മാതാവ് പുതിയത് തന്നു, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ. രാത്രി 10 മണിയായി. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടും പറഞ്ഞു നമുക്ക് ജപമാല റാലിക്ക് പോകാനും പറഞ്ഞു വണ്ടിയും എല്ലാം ബുക്കിങ് ചെയ്തു. 2 മാസവും 20 ദിവസവും വരാത്ത പീരിയഡ് അന്ന് രാത്രിയിൽ എനിക്ക് വന്നു. ഞാൻ എൻ്റെ മാതാവിനോട് ചോദിച്ചു, മാതാവേ എന്തോ എനിക്ക് തന്നത് ഞാൻ റാലിക്ക് വരാൻ ഒരുങ്ങിയതാണല്ലോ, നീ എന്നെ എന്താ ഈ ചെയ്ത്? അന്നേരം മാതാവ് അടയാളം തന്നിട്ട് എന്നോട് ചോദിച്ചു, നീ എൻ്റെ റാലിക്ക് വരുമോ ഇല്ലയോ എന്ന്. ഞാൻ പറഞ്ഞു ഞാൻ എന്ത് സംഭവിച്ചാലും ഞാൻ 100% മാതാവിനെ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഇറങ്ങുവാണെന്ന്. അങ്ങനെ ഞാൻ ഇറങ്ങി. ഇവിടെ വന്ന് വെളിയിൽ മാല ചാർത്തി മെഴുകുതിരി മേടിച്ച് കൊടുത്തു. ഈ അകത്തൊന്നും എനിക്ക് കയറാൻ പറ്റിയില്ല. അങ്ങനെ റാലി പോയി. നടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കടൽ തീരം കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് എന്ത് വരുവാണേലും കടൽ തീരത്ത് കിടക്കുക, ആംബുലൻസിൽ പോകുക, എന്ത് വേണേലും ചെയ്തോട്ട്. പക്ഷേ ഞാൻ മാതാവിനെ 100% വിശ്വസിച്ചുകൊണ്ട് ഇറങ്ങുവാന്ന് പറഞ്ഞു. ഇറങ്ങി. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ലാസ്റ്റ് കടൽ തീരം കഴിഞ്ഞ് നമ്മളൊരു കാട് പോലെയുള്ള ഒരു വഴിയുണ്ട്. എൻ്റെ കൂടെ 2 ഫ്രണ്ട്സ് ഉണ്ട്, സാറാമ്മയും കാർത്തികയെന്നും പറയുന്നത് 2 ഫ്രണ്ട്സ്. അവരെൻ്റെ ദൃക്സാക്ഷികളാണ്. ഞങ്ങളതിൽ അങ്ങോട്ട് കയറി. അന്നേരത്തിന് റാലി അപ്പുറത്തെ വഴിക്കൂടെ പോയി കയറി. ഇപ്പുറത്തൂടെ ഇറങ്ങി ചെല്ലുമ്പോൾ കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ അറുത്തുങ്കൽ പള്ളിയാണ്. പുറകിൽ നിന്ന് ഒരാൾ വിളിച്ചു, നല്ല മുടിയും ചിരിച്ചുകൊണ്ടുള്ള മോഹം. എൻ്റെ കൂട്ടുകാർ 2 പേരും കണ്ടത്. അവർ ദൃക്സാക്ഷികളാണ്. പക്ഷേ എനിക്കറിയത്തില്ലായിരുന്നത് ആരാണെന്ന്. വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ആ പോകുന്ന വഴി തെറ്റാ, ഒരു പാറയിലോട്ടാണ് കയറാൻ പോകുന്നത്, അവിടെ അപകടമാണ്, അതുവഴി ഇപ്പുറത്തൂടെ ഇറങ്ങി പോകാനെന്ന്.
ഞാൻ അങ്ങോട്ട് ഇറങ്ങിയപ്പം വീണ്ടും അത് എതിലെയാ വന്നേന്ന് അറിയത്തില്ല, കടലിൽ കൂടിയാണ് എങ്ങനെയാന്ന്. ഒരു കൈലി ഉടുത്തിട്ടുണ്ട് താഴെ വരെ, നീല കളറിലൊരു കൈലിയാ, കളങ്കളമുള്ള മുടിയും ഉണ്ട് നല്ലപോലെ. വന്നിട്ട് വീണ്ടും പറഞ്ഞ് അത് തെറ്റായി, ഇതുവഴി പോകും. പിന്നെ ഞങ്ങളുടെ 3 പേരുടെയും കൂടെ നടന്നു വന്നു. തിരിച്ചു പോയിട്ട് മൂന്നാമത് വന്നു, വാ ഞാൻ നിങ്ങളെ കൊണ്ടുപോയി ആക്കിത്തരാമെന്ന് പറഞ്ഞ് കൂടെ 3 പേരുടെയും കൂടെ വന്നു. അപ്പോഴൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല ഇതാരാന്ന്. പുഞ്ചിരിച്ച മോഹമാണ്, പക്ഷേ നമ്മുടെ മുഖത്ത് നോക്കുന്നില്ല. ഞാൻ നോക്കുന്നുണ്ട്, എന്നെ ഒന്ന് നോക്കിയിരുന്നെങ്കിലെന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ടുപോയി റാലിയിലോട്ടാക്കുകയും ഉടനെ എൻ്റെ മനസ്സ് പറഞ്ഞു, എൻ്റെ ഫ്രണ്ട്സ് അങ്ങ് മുമ്പ് പോയിക്കോട്ടെ, ഞാൻ ഓടിച്ചെന്ന് കയറിയാൽ മതിയല്ലോ. ഞാൻ പുറകിലോട്ട് ഓടിച്ചെന്ന് മാതാവ് പറഞ്ഞു, നീ പോയി നോക്കതാരാണെന്ന്. ഓടിച്ചെന്ന് പുറകിൽ നോക്കിയപ്പോൾ ആളിനെ കാണുന്നില്ല. എങ്ങോട്ട് പോയെന്ന്, മുമ്പിൽ പോയോ പുറകിൽ പോയോ ഇടത്തോട്ട് പോയോ വലത്തോട്ട് പോയോ ഒന്നും ഞാൻ കാണുന്നില്ല. പിന്നെ ഞങ്ങൾ വന്ന് ബസ്സിൽ കയറാൻ വേണ്ടി വന്ന് 2 ബസ് ആലപ്പുഴ. ഞങ്ങൾക്ക് തിരിച്ച് കൃപാസനം പള്ളി വരണ്ടല്ലോ, ആലപ്പുഴയ്ക്ക് വന്നാൽ മതി ചെങ്ങന്നൂർ വരാൻ വേണ്ടി. 3 പേരും ബസ്സിൽ കയറാൻ വേണ്ടി തുടങ്ങുമ്പോൾ 2 ബസ്സിലും കയറാൻ പറ്റുന്നില്ല. മൂന്നാമതൊരു ബസ് വന്നു, അത് കൃപാസനം പള്ളി വന്നിട്ട് നമ്മുടെ ആലപ്പുഴ വരെയുള്ള ബസ്സാണ്. അന്നേരം ഞങ്ങൾക്ക് കൃപാസനത്തിൽ ഇറങ്ങേണ്ട ഒരു കാര്യവും ഇല്ലല്ലോ. വണ്ടിയെ കയറിയപ്പോൾ തന്നെ എനിക്ക് തീരെ വയ്യാതെയായി, ഛർദ്ദിക്കാൻ വരുന്ന ഒരവസ്ഥയായി. പണ്ട് എനിക്ക് ഛർദ്ദിലുണ്ടായിരുന്നു. എനിക്ക് ഇവിടുന്ന് ചങ്ങനാശ്ശേരി വരെ, ചെങ്ങന്നൂരിൽ നിന്ന് ചങ്ങനാശ്ശേരി വരെ ഇരിക്കാൻ പറ്റത്തില്ല. ഇരുന്ന് കഴിഞ്ഞാൽ ഉടനെ എനിക്ക് ഭയങ്കര ഛർദ്ദിലാണ്. ഞാൻ മാതാവിൻ്റെ തൈലം ഉപയോഗിച്ച് കുരിശ് വരച്ചുകൊണ്ടിട്ടുണ്ട് രണ്ടാമത് ഞാൻ വന്നത്. എനിക്ക് ഒരു കുഴപ്പങ്ങളും ഇന്ന് എൻ്റെ ഛർദ്ദിലും പരിപൂർണമായിട്ട് മാറി. വീണ്ടും ആ പണ്ടത്തെ ഓർമ്മ വന്നു. എൻ്റെ ബാഗും പേഴ്സും ഫോണും എല്ലാം ഞാൻ എൻ്റെ ഫ്രണ്ട്സ് സാറാമെന്ന് പറയുന്ന ആളിൻ്റെ കൊടുത്തിട്ട് ഞാൻ ഈ ഇട്ടിരിക്കുന്ന തുണിയും ജീവനോടെ ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നു. കണ്ടക്ടറിനോട് പറഞ്ഞു വണ്ടി നിർത്ത്. കണ്ടക്ടർ വണ്ടി നിർത്തിയില്ല. വീണ്ടും ഛർദ്ദിന് ഭയങ്കരമായിട്ട് വന്നു. ഞാൻ വിചാരിച്ചു പുള്ളിയുടെ ദേഹത്തോട്ട് ഛർദ്ദിലെല്ലാം വീണെന്നേ. പക്ഷേ പുള്ളി വണ്ടി നിർത്തിയില്ല. ഈ കൃപാസനം പള്ളിയുടെ ഇപ്പറേ ഞാൻ വരുന്നത് അപ്പുറത്തൂടാ. രണ്ടാമത് വന്നപ്പോൾ അപ്പുറേ എന്നെ മാതാവ് ഇറക്കി, ഒരു കുഴപ്പവും ഇല്ലാതെ ഛർദ്ദിലും ഒന്നുമില്ലാതെ. റാലി കഴിഞ്ഞ് വന്നപ്പോൾ എന്നെ അപ്പുറേ ഇറങ്ങി. അവിടെ എല്ലാം കുറേ പൂഴി മണ്ണ, കടൽ തീരത്തുനിന്ന് കയറി വരുന്ന പോലെ. അവിടുന്ന് വന്നതുപോലെ തന്നെ എന്നെ ഓടുന്ന ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് എന്നെ ഞാൻ ആ പൂഴി മണ്ണിൽ കൂടി എല്ലാം നടന്ന് ചവിട്ടി കയറി നേരെ ഇതുവഴി വന്നു. എന്നെ ഇനിയും പള്ളി കയറ്റത്തില്ലെന്നാണ് പറഞ്ഞത്. ആ 7 സാക്ഷ്യങ്ങൾ സാധിച്ച് ഞാനൊന്നും പറയാതിരിക്കുമായിരുന്നു. നീ പോയിട്ട് ഈ സാക്ഷ്യം പറയാൻ മാതാവ് പറഞ്ഞു. ഇവിടെ കടൽ തീരത്ത് കണ്ടത് സാക്ഷ്യം ഇറങ്ങി പറയാന്ന്. ഞാൻ ഇവിടുന്ന് ഇറങ്ങി അപ്പറേ ഒരു ചേച്ചിയുണ്ട് ചായ വിൽക്കുന്നത്. ആ ചേച്ചിയുടെ കസേരയിൽ പോയി തല താത്തിട്ടിരുന്നു. ഈ കൃപാസനം പള്ളി വന്ന ചേട്ടനോടും ചേച്ചിയോടും എല്ലാം ചോദിച്ചു എനിക്കൊരു ഛർദ്ദിലിൻ്റെ ഗുളിക തരുമോന്ന്. അവരെല്ലാം പറഞ്ഞ് ഞങ്ങളുടെ കയ്യിലില്ല. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞ് ചേച്ചി ഇവിടെ ഇരിക്കുക, ഞങ്ങളിവിടെ നോക്കട്ടെ മെഡിക്കൽ സ്റ്റോർ വല്ലതും ഉണ്ടോന്ന്. അവർ പോയപ്പോഴത്തേനാ ചായക്കടയിലെ ചേച്ചിയോട് ഞാനൊന്നും പറഞ്ഞില്ല. ആ ചേച്ചി എന്നോട് പറയാം, മോനൊരു കാര്യം ചെയ്യും, ഇവിടുന്ന് എഴുന്നേറ്റ മാതാവിൻ്റെ അടുത്ത് പോയി കിടന്ന് പ്രാർത്ഥിക്കുക, എൻ്റെ ഛർദ്ദിലും എല്ലാം മാറ്റി എന്നെ വീട്ടിൽ ഒരു കുഴപ്പവും ഇല്ലാതെ എത്തിക്കണേന്ന്. അന്നേരത്തേന് ഫ്രണ്ട്സ് 2 പേരും ഓടി വന്നിട്ട് പറഞ്ഞു ഇവിടെ മെഡിക്കൽ സ്റ്റോർ ഒന്നുമില്ല, ചേച്ചി വാ നമുക്ക് വല്ലതും കഴിക്കാം. ഒന്നും കഴിക്കാഞ്ഞിട്ടായിരിക്കും വന്നേ. അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട, നിങ്ങൾ പോയി കഴിച്ചോളാൻ. അന്നേരം അവിടുന്ന് എന്നെ മാതാവ് എഴുന്നേപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് വെളിയിൽ പൂമാല ചാർത്തുന്ന മാതാവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഞാൻ കിടന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ ഛർദ്ദിൽ മാറ്റിത്തരണേന്ന്. മാറ്റിത്തന്നു. എനിക്ക് എൻ്റെ മെഴുകുതിരി കത്തിക്കുമ്പോൾ എല്ലാ രൂപങ്ങളും വരാറുണ്ട്. ഈ 11ാമത്തെ അൾത്താരയിലെ മാതാവ് വന്നിട്ടുണ്ട്, 13ലെ മാതാവ് വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് ഹൃദയമാണ് വരുന്ന, ഹാർട്ട്. ഞാൻ ഒരു ഗവൺമെൻറ് ആശുപത്രി പേശിത പ്രവർത്തനം ചെയ്യുന്ന പത്രങ്ങൾ കൊടുക്കുകയാണ്. അതിലൊരു ക്രിസ്ത്യൻ ചേച്ചിയുണ്ട്. പുള്ളിക്കാരി എന്നോട് ചോദിച്ചു, മോളെ ഇത് മാതാവിൻ്റെ വിമല ഹൃദയമാണോ യേശുവിൻ്റെ തിരുഹൃദയമാണോ? ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഞാനൊരു ഹിന്ദുവായി എനിക്ക് അറിയത്തില്ലെന്ന്. ഞാൻ വീട്ടിൽ ചെന്ന് മെഴുകുതിരി കത്തിച്ചിട്ട് മാതാവിനോട് തിരുകുമാരനോട് ചോദിച്ചു ഇതാരുടെ ഹൃദയമാണ്. ഉടനെ എനിക്ക്
തീ കത്തുന്ന മെഴുകുതിരിക്കകത്ത് കുരിശ് വന്നു. എന്നെ വളരെ പെട്ടെന്ന് തന്നെ മാതാവ് തിരുകുമാരനുമായിട്ട് അടുപ്പിക്കുമായിരുന്നു. അന്ന് അവിടെ ജപമാല റാലി കണ്ടത് അത് ഈശോയായിരുന്നു. ജീവനോട് എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടതായിരുന്നു. എനിക്കതിന് ശേഷം യാതൊരു ബുദ്ധിമുട്ടും ഒരു കുഴപ്പമില്ല. സാമ്പത്തികമായിട്ടും ഭയങ്കര ബുദ്ധിമുട്ടും പ്രയാസവും എന്നെ ഭയങ്കര കടബാധ്യതയുണ്ടായിരുന്നു. ഇപ്പം എൻ്റെ ഭർത്താവിൻ്റെ പകുതി മുക്കാലോളം മദ്യപാനം മാറി. അതാണ് എൻ്റെ ആദ്യത്തെ രണ്ടാമത്തെ നിയോഗം. എനിക്ക് മെഴുകുതിരിക്കകത്ത് എല്ലാ രൂപങ്ങളും വരും. യേശുവിനെ മുൾക്കിരീടം അണിയിച്ച് കൊണ്ടുവന്ന കുരിശി തറച്ച് കിടക്കുന്നത് ഹൃദയം തന്നെ ഹൃദയം വരുന്നു. ഒരു ദിവസം എനിക്ക് മെഴുകുതിരി തീർന്നു പോയായിരുന്നു. അന്നേരം ഞാൻ മാതാവേ, മെഴുകുതിരി ഇല്ലാതെ ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കുന്ന? വീട്ടിലിരുന്ന് ഒരു മെഴുകുതിരി എടുത്ത് വെള്ളം മെഴുകുതിരി വെച്ച് കത്തിച്ചു. ഉടനെ അതിൻ്റെ അകത്ത് എനിക്ക് ഹാർട്ട് വന്നു. എനിക്ക് വിളിച്ചാൽ വിളിപ്പുറത്ത് മാതാവ് എൻ്റെ കൂടെയുണ്ട്. ഇത് ജപമാല റാലി കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ മെഴുകുതിരി കത്തിച്ചപ്പോൾ ഈ കൃപാസന മാതാവ് പ്രത്യക്ഷപ്പെട്ടു. അതെനിക്ക് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. എൻ്റെ ഫോണിൽ ക്യാമറ ഇല്ല. ഞാൻ എൻ്റെ മോനെ വിളിച്ചാണ് എൻ്റെ ഇതെല്ലാം ഫോണിലെടുക്കുന്നത്. ഈ ഫോണിൻ്റെ അകത്തെല്ലാം കിടപ്പുണ്ട്. കൃപാസന മാതാവ് വന്ന് പറഞ്ഞ ഞാനാ എൻ്റെ മോനുമായിട്ട് നിന്നെ കൊണ്ട് ഞാൻ അടുപ്പിച്ചതെന്ന് അത് പറയാനാണ് മാതാവ് വന്നത്. എന്ത് അടയാളം തന്നാലും ഇപ്പോൾ എനിക്കറിയാം. പിന്നെ എനിക്ക് റാലി കഴിഞ്ഞ് വന്ന് പിറ്റേ ദിവസം എനിക്ക് നോർമൽ പീരിയഡാണ്. ഇപ്പോൾ എനിക്ക് യാതൊരു കുഴപ്പങ്ങളും ഒരു ബുദ്ധിമുട്ടും ഒരു ഓപ്പറേഷനും ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. എല്ലാ രീതിയിലും എന്നെ മാതാവ് അനുഗ്രഹിക്കുന്നുണ്ട്, ഒരുപാട് അനുഗ്രഹിക്കുന്നുണ്ട്. ഈശോയാണ് ഇപ്പോൾ എൻ്റെ കൂടെ കൂടുതലും. വിളിച്ചാൽ വിളിപ്പുറത്ത് ജീവനോടെ വന്ന് ഇനി ഇതിൽ കൂടുതൽ എനിക്കൊന്നും വേണ്ട. ഞാൻ മെഴുകുതിരി കത്തിച്ച് സത്യം ചെയ്തിരിക്കുക. മരിക്കുന്നിടം വരെ ഞാൻ ഉടമ്പടിയിലായിരിക്കും ജീവിക്കുന്നത്. എനിക്കിങ്ങനെ ജീവിക്കാനാണ് ആഗ്രഹം. പേഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ പത്രങ്ങൾ ഗവൺമെൻറ് ആശുപത്രിയിലെല്ലാം തൈലം എടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശ് വരച്ചിട്ടാണ് ഞാൻ അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് ഈ പത്രം എന്നിൽ നിന്നും ഏൽപ്പിക്കണമെന്നും പറഞ്ഞ് എല്ലാവരും ആരും മേടിക്കാതിരിക്കത്തില്ല. എല്ലാവരും മേടിച്ച് നന്ദിയായിട്ടാണ് സ്വീകരിക്കുന്നത്. പിന്നെ പേഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഇതുവരെ ഞാൻ പൊതിച്ചോറ് ഒന്നും കൊടുക്കാൻ തുടങ്ങിയിട്ട് അത് അടുത്ത ആഴ്ച മുതൽ തുടങ്ങും. എൻ്റെ കയ്യിൽ എൻ്റെ അടുത്ത് വന്ന് ആര് കൈ നീട്ടുന്നോ അവർക്ക് എന്നാൽ കഴിയുന്ന പൈസയുമായിട്ടുള്ള സഹായം ഞാൻ ചെയ്യാറുണ്ട്. എവിടെ ഞാൻ പോയാലും ഒരാളന്ന് ഉറപ്പായിട്ടും എൻ്റെ അടുത്ത് വന്ന് കൈ നീട്ടും. ഉടൻ തന്നെ ഞാൻ അവരുടെ കയ്യിൽ 20 ആണെങ്കിൽ 20, 50 ആണെങ്കിൽ 50 അതെടുത്ത് കൊടുക്കും. അങ്ങനെയുള്ള പേഷിത പ്രവർത്തനങ്ങളാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അതുകൂടാതെ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തന്നു. ഇപ്പം രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിയതേ ഉള്ളൂ. ഇതിനോടുകൂടി ഞാൻ വെച്ച എല്ലാ നിയോഗങ്ങളും സാധിക്കും. പേരട്ട മക്കൾക്കാണെങ്കിൽ അവർക്കും കയറിപ്പോകാനുള്ള പേപ്പറും എല്ലാം കൊടുത്തു വെച്ചിരിക്കും. അവരെയും കൊണ്ട് ഇനിയും ഇവിടെ വന്ന് പ്രാർത്ഥിപ്പിച്ചതിന് ശേഷം അവരുടെ കാര്യങ്ങൾ നടക്കുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഇത്രയും ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. അതുപോലെ തന്നെ ഈ 2-3 പേരെ നേരിട്ട് ഇവിടെ ഉടമ്പടി കൊണ്ടുവന്ന് എടുപ്പിച്ചു. അവർക്ക് നല്ല നല്ല അനുഗ്രഹങ്ങളാണ്. യൂട്യൂബിൽ ഞാൻ അച്ഛൻ്റെ ഡെയിലി ബ്രെഡും എല്ലാ ചൊവ്വാഴ്ചയും ധ്യാനവും ആരാധനയും എല്ലാം കൂടാറുണ്ട്. പ്രാർത്ഥനയെല്ലാം കറക്റ്റ് 5:15 ആകുമ്പോൾ രാവിലത്തേതും വൈകിട്ടത്തേതും എല്ലാം കറക്റ്റായിട്ട് ഞാൻ ചെയ്യും. അതിനുശേഷം എനിക്കിപ്പോൾ നല്ല ധൈര്യവും നല്ല ശക്തിയും എല്ലാം ഉണ്ട്. എനിക്കിപ്പോൾ മാതാവിൻ്റെയും തിരുകുമാരൻ്റെയും കാര്യം സംസാരിക്കാൻ പറ്റത്തില്ല. അതുപോലെ എന്നെ അനുഗ്രഹിച്ചേക്കുവാ. എനിക്ക് പറയാൻ പറ്റത്തില്ല. അതുപോലുള്ള അനുഗ്രഹങ്ങളാണ് എനിക്ക് മാതാവ് ഈശോയും നൽകുന്നത്. ഞാൻ മരിക്കുന്നിടം വരെ എനിക്ക് ഉടമ്പടി ജീവിക്കണമെന്നാണ് ഞാൻ എൻ്റെ മാതാവിനോടും തിരുകുമാരനോടും പറയുന്നത്. പിന്നെ എല്ലാവർക്കും ഞാൻ സ്റ്റാറ്റസ് ഇടും. എന്നും ജോസഫ് അച്ഛൻ്റെ ധ്യാനവും എല്ലാം ഇടാറുണ്ട്. ഇനിയും 5-6 പേർ എൻ്റെ കൂടെ വന്ന് ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ടിരിക്കുവാണ് ഞങ്ങളുടെ അവിടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എൻ്റെ മാതാവിന് ഈശോയ്ക്കും കോടാനുകോടി നന്ദി.